വ്യാപക എതിർപ്പിന് പിന്നാലെ UPI ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് രാജ്യസഭയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. രാജ്യത്തെ പെട്രോൾ പമ്പുകൾക്ക് UPI ചാർജ് ഈടാക്കിയാൽ മാത്രം പ്രതിവർഷം 12,000 കോടി രൂപ ഉപഭോക്താക്കൾക്ക് ബാധ്യതയുണ്ടാകുമെന്ന് ജോൺ ബ്രിട്ടാസ് MP സഭയിൽ ചൂണ്ടിക്കാണിച്ചു. ആ പ്രതികരണം ആദ്യം. Honorable Petroleum Ministry is here. I need to, involve him also. There are 1 lakh petrol pumps in this country. If we add the private pumps, 1,25,000 petrol pumps in this country. Imagine that 2,000 rupees additional burden is for a petrol pump owner per day. Just, you know what is impact? 10,000 to 12,000 crore annually for the consumers. Thank you. Now you have moved, sir. You have moved already. I am moving. Yes. So I feel that the Honorable Finance Minister is putting a huge burden on this country, and there is no way the Parliament should give a blanket approval to her. വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, ഈ UPI ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കാനുള്ള നീക്കം, അതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. അത് കൃത്യമായി ഇന്ന് ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ ഉയർത്തിയതോടെയാണ് ഇതിൽ നിന്ന് കേന്ദ്രം അങ്ങനെ ഒരു നീക്കം ഉണ്ടാവില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? അക്ഷയ്, കഴിഞ്ഞ ദിവസം ടാക്സേഷൻ ബില്ല് ലോക്സഭ പാസാക്കിയിരുന്നു. അതിനുശേഷം രാജ്യസഭയിലേക്ക് എത്തിയപ്പോഴാണ് വ്യാപകമായിട്ടുള്ള എതിർപ്പുകളൊക്കെ ഉയർന്നു വന്നത്. കാരണം UPI പേയ്മെന്റിന് ചാർജ് ഈടാക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇതിനെതിരെ തന്നെ വ്യാപകമായിട്ട് പ്രതിപക്ഷം വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇന്ന് ജോൺ ബ്രിട്ടാസ് MP റെസല്യൂഷൻ അവതരിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ബില്ല് അവതരണത്തിന് തൊട്ടു മുന്നെയായിരുന്നു ജോൺ ബ്രിട്ടാസ് MP റെസല്യൂഷൻ അവതരിപ്പിച്ചത്. എന്തായാലും ആ പ്രമേയത്തിൽ ജോൺ ബ്രിട്ടാസ് MP ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിൽ UPI പേയ്മെന്റിന് ചാർജ് ഈടാക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ ഉറപ്പ് നൽകിയതാണ്. അതായത് 2020 കാലഘട്ടത്തിൽ ഡിജിറ്റൽ ഇന്ത്യ പ്രഖ്യാപിച്ച ആ ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞതാണ് UPI സേവനങ്ങൾ തികച്ചും സൗജന്യമായിരിക്കുമെന്ന കാര്യം. പക്ഷേ അതിന് പിന്നാലെയാണ് ഇപ്പോൾ UPI സേവനങ്ങൾക്ക് ഇത്തരത്തിൽ ചാർജ് ഈടാക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ ഇത് ഈ രാജ്യത്തെ ആളുകളെ കൊള്ളയടിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണ് എന്നതടക്കം വലിയ വിമർശനങ്ങൾ സഭയിൽ ഉയർന്നു വന്നിരുന്നു. ഏതായാലും ഇന്ന് ഈ ബില്ല് അവതരണത്തിന് ശേഷം ചർച്ചകൾക്ക് പിന്നാലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യസഭയെ അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ UPI പേയ്മെന്റുകൾക്ക് ചാർജ് ഈടാക്കാനുള്ള ആ തീരുമാനം സാധാരണക്കാരെ ബാധിക്കുന്നതായിരുന്നില്ല, മറിച്ച് വൻകിട കച്ചവടക്കാർക്ക് മാത്രമായിരിക്കും ബാധകമെന്നതായിരുന്നു നിർമ്മല സീതാരാമൻ പറഞ്ഞത്. ഏതായാലും ഇന്ന് രാജ്യസഭയിൽ നിർമ്മല സീതാരാമൻ ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത് UPI സേവനങ്ങൾ തുടർന്നും സൗജന്യമായിരിക്കുമെന്ന ഒരു ഉറപ്പ് എന്തായാലും നിർമ്മല സീതാരാമൻ ഇന്ന് രാജ്യസഭയിൽ നൽകിയിട്ടുണ്ട്. അക്ഷയ്, ശരി വിഷ്ണു, എന്തായാലും UPI ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കുകയില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സഭയിൽ അവതരിപ്പിച്ചത്. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഇക്കാര്യം സഭയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.